JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. കേരള PSC റൊട്ടേഷൻ ചാർട്ടിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോ കമ്മ്യൂണിറ്റി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പെർസെൻറ്റേജ് എത്രയാണ്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. 23/10/2020 നിലവിലുള്ളതും അപേക്ഷ സമർപ്പണത്തിനുള്ള അവസാന തീയതി കഴിഞ്ഞിട്ടില്ലാത്തതും തുടർന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള വിജ്ഞാപനങ്ങൾ പ്രകാരം തയ്യാറാക്കുന്ന പട്ടികൾക്ക് ബാധകമായ റൊട്ടേഷൻ ചാർട്ടാണ് ഇത്. ഏറ്റവും പുതിയ റൊട്ടേഷൻ ചാർട്ട് അനുസരിച്ച് EWS ഒക്കെ ഇതിനെ സംബന്ധിച്ചുള്ള സംവരണമൊക്കെ സംബന്ധിച്ച് ഇന്നത്തെ റൊട്ടേഷൻ ചാർട്ടിൽ കൃത്യമായിട്ട് നമുക്ക് വിശദമായിട്ട് നമുക്ക് നോക്കാം. റൊട്ടേഷൻ ചാർട്ട് പ്രകാരം ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിലേക്ക് ഒഴികെയുള്ള തസ്തികകളിലെയാണ് നമുക്ക് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ നമുക്ക് ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിലേക്കുള്ള പെർസെൻറ്റേജ് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം നമുക്ക് ലാസ്റ്റ് ഗ്രേഡ് ഒഴികെയുള്ള തസ്തികകളിലെ റൊട്ടേഷൻ ചാർട്ട് സംബന്ധിച്ച് നമുക്ക് നോക്കാം. അതായത് നമ്മളിപ്പം റൊട്ടേഷൻ ചാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ച് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ അതിനകത്ത് മൊത്തം നമുക്ക് 100 ഒഴിവുകളാണ് PSC പറയുന്നുള്ളെങ്കിൽ അതിൻ്റെ അകത്ത് ആദ്യത്തെ 40 ഒഴിവ് ഓപ്പൺ കോമ്പറ്റീഷൻ 40 ഒഴിവുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ ബാക്കിയുള്ള സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് 10%, അതുപോലെ തന്നെ ഈഴവ ബില്ലവ തീയ അതിനകത്ത് 14%, അതുപോലെ തന്നെ മുസ്ലിം വിഭാഗങ്ങൾക്ക് 12%, LCAI 4%, വിശ്വകർമ്മ 3%, SIUC നാടാർ അതിന് 1%, ധീവര 1%, ഹിന്ദു നാടാർ 1%, SCC 1%, മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ മുകളിൽ സൂചിപ്പിച്ചിരിക്കുന്നവ ഒഴികെ 3%, പട്ടികജാതി 8%, പട്ടികവർഗം 2%മാണ് ഇതിന്റെ പെർസെൻറ്റേജ് കൃത്യമായിട്ട് പറഞ്ഞാൽ വരുന്നത്. അപ്പോൾ നമ്മുടെ റൊട്ടേഷൻ പ്രകാരം നമുക്ക് ഓരോ കാറ്റഗറിയിലും നിയമനം നടക്കുന്നതനുസരിച്ച്, അതായത് ഓപ്പൺ കോമ്പറ്റീഷനും അതിനുശേഷം ഓരോ കമ്മ്യൂണിറ്റി പ്രകാരവും എങ്ങനെയാണ് നിയമനങ്ങൾ എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആകെ 100 ഒഴിവുകളാണ് ഉള്ളതെങ്കിൽ ആദ്യത്തെ ഓപ്പൺ മത്സരത്തിൽ 40 എണ്ണമാണ് വരുന്നത്. പിന്നീട് ബാക്കിയുള്ള റിസർവേഷൻ ആണ് ബാക്കിയുള്ള 60 എണ്ണം വരുന്നത്. അപ്പോൾ ഓപ്പൺ കോമ്പറ്റീഷനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഓപ്പൺ കോമ്പറ്റീഷനിൽ നമ്മൾ എല്ലാ വിഭാഗക്കാരും ഓപ്പൺ കോമ്പറ്റീഷനിൽ ഉൾപ്പെടും എന്നുള്ള കാര്യം എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അവിടെ പല ഉദ്യോഗാർത്ഥികളും ചോദിക്കാറുണ്ട്, സാറേ അതിൻ്റെ അത് ജനറൽ കാറ്റഗറി മാത്രമാണോ ഉൾപ്പെടുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അല്ല, അങ്ങനെയല്ല. ഓപ്പൺ കോമ്പറ്റീഷനിൽ എല്ലാ കാറ്റഗറിക്കാരും വരും. എന്നാൽ റിസർവേഷൻ വരുമ്പോൾ ഏത് കമ്മ്യൂണിറ്റി ആണോ വരുന്നത് പ്രസ്തുത കമ്മ്യൂണിറ്റി അനുസരിച്ചാണ് ഓരോന്നും പെർസെൻറ്റേജ് അനുസരിച്ചാണ് തിരിച്ച് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റൊട്ടേഷൻ ചാർട്ടിന്റെ ഒരു ചിത്രം ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഇതുകൊണ്ടോ, ഇതാണ് ശരിക്കും പറഞ്ഞാൽ റൊട്ടേഷൻ ചാർട്ട് കൃത്യമായിട്ട് വരുന്നത്. അതിനകത്ത് ഒന്നാമത്തേത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലെ, ഒന്നാമത്തെ OC ആണ് അല്ലെ, ഓപ്പൺ കോമ്പറ്റീഷൻ ആണ്. രണ്ടാമത്തെ E/B/T ആണ്. ഇതിൻ്റെ അകത്തൊരു പ്രത്യേകത എന്നാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം, ഈഴവ കമ്മ്യൂണിറ്റി ഉള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ് എങ്കിൽ ആ രണ്ടാമത് വരുന്നത് റൊട്ടേഷൻ പ്രകാരം രണ്ടാമത് വരുന്ന ഈഴവ ആണെങ്കിൽ ആ കമ്മ്യൂണിറ്റി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അതിലേക്ക് നിയമനം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ആ സ്ഥാനത്ത് SC കാറ്റഗറി കമ്മ്യൂണിറ്റി ഉള്ള ഉദ്യോഗാർത്ഥിക്കോ അല്ലെങ്കിൽ ST കാസ്റ്റ് കാറ്റഗറിയിലോ ധീരവയോ അല്ലെങ്കിൽ വിശ്വകർമ്മയോ ആ കാറ്റഗറിയിലുള്ള കമ്മ്യൂണിറ്റി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവിടെ ആ സ്ഥാനത്ത് നിയമനം കൊടുക്കാൻ പാടില്ല. ഇനി അഥവാ മെയിൻ ലിസ്റ്റിൽ അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ രണ്ടാമത് വരുന്ന ഒന്നാമത്തെ ഓപ്പൺ കോമ്പറ്റീഷൻ കൊടുത്ത് രണ്ടാമത് വരുന്ന ഈഴവയാണെങ്കിൽ ആ മെയിൻ ലിസ്റ്റിൽ അങ്ങനെയുള്ള ആ കമ്മ്യൂണിറ്റി ഉള്ള ഉദ്യോഗാർത്ഥി ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ എന്താ ചെയ്യുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ സപ്ലിമെന്ററി ലിസ്റ്റിന്റെ ക്ലാസ് കൃത്യമായിട്ട് എടുത്തിരുന്നു. സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് നമ്മൾ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന ഒരു സംവിധാനമാണ് ഉള്ളത്. അങ്ങനെയാണ് സപ്ലിമെന്ററി ലിസ്റ്റ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ മെയിൻ ലിസ്റ്റ്, സപ്ലിമെന്ററി ലിസ്റ്റ് എന്ന 2 ലിസ്റ്റുകളുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറഞ്ഞാണ്. നിങ്ങൾ ആരെങ്കിലും അത് കാണാത്തുണ്ടെങ്കിൽ ആ ക്ലാസ് നിങ്ങൾ കൃത്യമായിട്ട് കാണണം.
അപ്പോൾ മെയിൻ ലിസ്റ്റിൽ ഒരു കട്ട് ഓഫ് മാർക്കാണ് വരുന്നത്. ആ കട്ട് ഓഫ് മാർക്ക് അനുസരിച്ചുള്ള ഉദ്യോഗാർത്ഥികൾ എത്ര പേരുടെ ലിസ്റ്റ് ആണോ ഇടാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് ഒരു കട്ട് ഓഫ് മാർക്ക് നിശ്ചയിക്കും. അതിനുശേഷം അത്രയും ആ കട്ട് ഓഫ് മാർക്ക് അനുസരിച്ചുള്ള ഉദ്യോഗാർത്ഥികളെ അതിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അതിനുശേഷം ആ മെയിൻ ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്കിന് തൊട്ട് താഴെയായിട്ട് ഒരു കട്ട് ഓഫ് മാർക്ക് നിശ്ചയിച്ചാണ് സപ്ലിമെന്ററി ലിസ്റ്റിൽ തയ്യാറാക്കുന്നത്. സപ്ലിമെന്ററി ലിസ്റ്റിൽ ജനറൽ കാറ്റഗറിയുള്ള ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടുന്നില്ല. റിസർവേഷനുള്ള കാറ്റഗറി പെടുന്ന ഉദ്യോഗാർത്ഥികളാണ് സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. അത് നിങ്ങൾ സപ്ലിമെന്ററി ലിസ്റ്റ് എടുത്തു നോക്കിയാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ കമ്മ്യൂണിറ്റി ആയിട്ട് കൃത്യമായിട്ട് തിരിച്ച് സപ്ലിമെന്ററി ലിസ്റ്റിനകത്ത് കൃത്യമായിട്ട് കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഇതിനകത്ത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും അല്ലെ. നിങ്ങൾ ഒന്നാമത്തേത് OC ആണ്, രണ്ടാമത്തെ E/B/T ആണ്, പിന്നെ മൂന്നാമത് വരുന്നത് ഏതാണ് OC ആണ് അല്ലെ, നാലാമത് വരുന്നത് SC ആണ്, അഞ്ചാമത് പിന്നെയും OC വരും, ആറാമത് M ആണ്, അതിനുശേഷം ഏഴാമത് പിന്നെയും OC വരുന്നു, അതിനുശേഷം എട്ടാമത് LC/AI പിന്നെയും വരുന്നു, ഒമ്പതാമത് പിന്നെ വരുന്നത് ഏതാണ് EWS ആണ്. അപ്പോൾ അങ്ങനെ ഓരോന്നും ഓരോ പെർസെന്റേജ് ഞാൻ കൃത്യമായിട്ട് ആദ്യം പറഞ്ഞു പോയി. ആ പെർസെന്റേജ് അനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിയമനങ്ങളാണ് ഓരോ തസ്തികയിലും നടക്കുന്നത്. അപ്പോൾ മൊത്തം 100 ഒഴിവുകളാണെങ്കിൽ അതിൻ്റെ അകത്ത് 40 ഓപ്പൺ കോമ്പറ്റീഷൻ വരും, അതിനുശേഷം EWS 10 വരും, 14 ഇഴവ്, അങ്ങനെ ഓരോന്നും തിരിച്ച് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ് കറക്റ്റായിട്ട് നിയമനങ്ങൾ വരുന്നത്. ഇനി അഥവാ മെയിൻ ലിസ്റ്റിൽ അതിനുള്ള ഉദ്യോഗാർത്ഥികളില്ല, ആ കമ്മ്യൂണിറ്റിപ്പെട്ട ഉദ്യോഗാർത്ഥികളില്ലെങ്കിൽ അന്നേരം തന്നെ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് ഉദ്യോഗാർത്ഥികളെ അതിലേക്ക് നിയമനം നടത്തുന്നതാണ്. അപ്പോൾ ഇതാണ് റൊട്ടേഷൻ ചാർട്ട്. ലാസ്റ്റ് ഗ്രേഡ് ഒഴികെയുള്ള തസ്തികകളിലേക്കുള്ള റൊട്ടേഷൻ ചാർട്ടിനെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്തത് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തത് നമുക്കിനി ലാസ്റ്റ് ഗ്രേഡിന്റെ നമുക്ക് നോക്കാം. ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ ഓപ്പൺ കോമ്പറ്റീഷൻ വരുമ്പോഴത്തേക്കും 40 ആണ്. സാമ്പത്തികമായി EWSന് അവിടെ 10 ആണ്. അതുപോലെ തന്നെ ഈഴവ ബില്ലവ തീയ അതിന് 11% ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിലേക്കുള്ളത്. അതുപോലെ തന്നെ മുസ്ലിം വരുമ്പോൾ 10%, LC/AI 4%, വിശ്വകർമ്മ 2%, AIUC നാടാർ 2%, ധീവര 2%, ഹിന്ദു നാടാർ 1%, SCIC 2%, മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ മുകളിൽ സൂചിപ്പിച്ച ഒഴികെയുള്ളത് 6%, പട്ടികജാതി 8%, പട്ടികവർഗം 2%. ഇങ്ങനെയാണ് ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിലേക്കുള്ള ഒഴിവിന്റെ പെർസെന്റേജ് വരുന്നത്. അപ്പോൾ വളരെ ലാസ്റ്റ് ഗ്രേഡ് ഒഴികെയുള്ള തസ്തികകളിൽ നിന്നും വളരെ ചെറിയ വ്യത്യാസങ്ങളാണ് ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിലേക്കുള്ള വരുന്നത്. അപ്പോൾ അതിന്റെ റൊട്ടേഷൻ ചാർട്ടും നമുക്ക് ഇതുപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതില് ഈ പെർസെന്റേജിലുള്ള മാറ്റമാണ് നിയമനത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അത് നമുക്ക് റൊട്ടേഷൻ ചാർട്ട് നോക്കാം. അത് ലാസ്റ്റ് ഗ്രേഡ് സേവനങ്ങൾക്കുള്ള റൊട്ടേഷൻ ചാർട്ട് ഇതാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് കണ്ടിട്ടില്ല എങ്കിൽ എല്ലാവരും മനസ്സിലാക്കുക. ഒന്നാമത്തേത് OC, രണ്ടാമത് ഈഴവ ബിയ തില്ലവ, പിന്നെ മൂന്നാമത് എഗെയിൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് OC, അത് കഴിഞ്ഞ് പിന്നെ നാലാമത് വരുമ്പോൾ SC, അഞ്ചാമത് പിന്നെ OC, അങ്ങനെ ഓരോന്ന് ഇടവിട്ട് റൊട്ടേഷൻ റിസർവേഷൻ കാറ്റഗറിയുള്ള ഉദ്യോഗാർത്ഥികൾ വന്നുകൊണ്ടിരിക്കും. അതുവരെ ഓപ്പൺ കോമ്പറ്റീഷനും അത് കഴിഞ്ഞ് റിസർവേഷനും അങ്ങനെ ഓരോ ആണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ 100 വരെയുള്ള എടുത്തു നോക്കിയാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ റൊട്ടേഷൻ ചാർട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഓരോ ഉദ്യോഗാർത്ഥികൾക്കും നിയമനങ്ങളെ സംബന്ധിച്ച ഒരു വ്യക്തമായ ധാരണ കൃത്യമായിട്ട് കിട്ടുന്നതാണ്. പല ഉദ്യോഗാർത്ഥികളും വിചാരിക്കാറുണ്ട്, സാറേ ഞാൻ ഇത്രാമത്തെ റാങ്കിലാണ്, എനിക്ക് നിയമനം കിട്ടാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ പല ഉദ്യോഗാർത്ഥികളും ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് റൊട്ടേഷൻ ചാർട്ടിനെ സംബന്ധിച്ച് ഒരു ക്ലാസ് എടുക്കാമോ എന്ന് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് തന്നെ ഒരു ക്ലാസ് തയ്യാറാക്കിയത്. എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.